എനിക്ക് മരണത്തെ പേടിയൊന്നുമില്ല. ഞാൻ ജഗജില്ല കില്ലാടിയല്ലേ, എനിക്കെന്ത് പേടി? എനിക്കൊരു ഭയവുമില്ല, എൻ്റെ രോമത്തിൽ തൊടാൻ അവരെ കൊണ്ട് സാധിക്കുകയില്ല. ഇങ്ങനെ പറഞ്ഞൊരു നേതാവാ പൊന്നോ. സത്യം പറയാലോ, ഒരു വാർത്ത കണ്ട് ഞാൻ ആകെ അമ്പരന്ന് പോയി. ഈ ഡൽഹി കലാപം പൊട്ടിപ്പുറപ്പെട്ട സമയത്ത് ഇതിനൊക്കെ കാരണക്കാരൻ കപിൽ മിശ്ര എന്ന സ്വന്തം പാർട്ടിക്കാരനായ, സ്വന്തം പാർട്ടിയിലെ ജനപ്രതിനിധി അല്ലെങ്കിൽ മെമ്പർ ഓഫ് പാർലമെൻറ്റ് MP ആയിട്ടുള്ള ഗൗതം ഗംഭീർ വരെ പറഞ്ഞു കപിൽ മിശ്രയാണ് കലാപത്തിന് കാരണക്കാരനെന്ന്. സോഷ്യൽ മീഡിയയും രാജ്യത്തെ മതേതരത്വ വിശ്വാസികളൊക്കെ കപിൽ മിശ്രയുടെ പേര് തന്നെയാണെന്ന് പറഞ്ഞതാ. ആ സമയം കപിൽ മിശ്ര എന്താണ് പുറത്തു വന്ന് പറഞ്ഞത്? ഞാൻ ഇനിയും എല്ലാം തുറന്നു പറയാൻ തയ്യാറാണ്. ഞാൻ പറഞ്ഞതിൽ എനിക്കൊരു ഖേദവുമില്ല. ഞാൻ മരിക്കാൻ പോലും തയ്യാറാണ്. അത് ഈ രാജ്യത്തിനായിരിക്കുമല്ലോ, അതിനാൽ തന്നെ എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞ പഹയനാണ് ഇപ്പോൾ 6ഓളം വരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ സുരക്ഷ തനിക്ക് ആവശ്യമുണ്ട്, തനിക്ക് Y കാറ്റഗറി സുരക്ഷ ആവശ്യമാണ് എന്ന് പറഞ്ഞ് കേന്ദ്രത്തിന് കത്തയച്ചിരിക്കുന്നത്, കേന്ദ്രത്തിന് അപേക്ഷ അയച്ചിരിക്കുന്നത്. ഇതാണ് ഒരു സാധാരണ BJP നേതാവിൻ്റെ കെൽപ്പ്, അല്ലെങ്കിൽ BJP നേതാവിൻ്റെ തൻ്റെ ഇടം. ഇത്ര മാത്രമാണ്. ട്വിറ്ററിലൂടെ ഒന്ന് ഭീഷണി വന്നു കഴിഞ്ഞാൽ, ഫോണിലൂടെ ഒന്ന് ഭീഷണി വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടിച്ച് ഓടുന്ന ടീമാണ് ഈ BJPയുടെ നേതാക്കൾ. ഇവരുടെ വിദ്വേഷ പ്രചരണം കേട്ടിട്ട് ഒരു കാരണവുമില്ലാതെ ഇറങ്ങിപ്പോരുന്നത്. അവസാനം ഈ ഇറങ്ങിപ്പോകുന്ന ആളുകൾ എന്താ ചെയ്യുന്നത്? എല്ലാ വീടുകളും കത്തിക്കും. അപ്പോൾ ഈ തൻ്റെ വീട് കത്തിച്ചവനെ എന്തായാലും ഇരയാക്കപ്പെട്ടവൻ നോക്കി വെക്കും. സമയവും സന്ദർഭവും കിട്ടുമ്പോൾ അവൻ നല്ല പണി കൊടുക്കും. ഈ പാവപ്പെട്ടവന് Z കാറ്റഗറിയോ അല്ലെങ്കിൽ Y കാറ്റഗറി സുരക്ഷയോ ഇല്ല. അവനെ പെട്ടെന്ന് ഒരു സുപ്രധാന നിമിഷത്തിൽ സമയമൊക്കെ ഒത്തുവന്നു കഴിഞ്ഞാൽ ഇരയാക്കപ്പെട്ടവൻ പകരം വീട്ടാനുള്ള മനസ്സുള്ളവനാണ് എങ്കിൽ അവൻ പകരം ചോദിച്ചിരിക്കും. അതിലൂടെ വേട്ടയാടിയവൻ്റെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു പോകും. ആരുടെ പ്രസംഗം കേട്ടിട്ടാണ് വന്നത്? ആരുടെ പ്രസംഗം കേട്ടിട്ടാണ് ഇവരൊക്കെ ഈ കലാപത്തിനിറങ്ങിയത്? താനാകെ ഭയപ്പെട്ടിരിക്കുന്നു, തന്നെ ഇപ്പോൾ കൊല്ലും, തൻ്റെ ജീവനിൽ തനിക്ക് തന്നെ ആശങ്കയുണ്ട്, എനിക്ക് സുരക്ഷ തരൂ, എന്നെ രക്ഷിക്കൂ എന്ന് കേണപേക്ഷിച്ച് രംഗത്ത് വരുന്ന ഇതുപോലെയുള്ള ചാണകങ്ങളുടെ വാക്ക് കേട്ടിട്ടാണ് ഇവന്മാര് രംഗത്തിറങ്ങി കലാപം ചെയ്യാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്കൊരു സുരക്ഷയും ഉണ്ടാകില്ല. നിങ്ങളുടെ സുരക്ഷ നിങ്ങൾ തന്നെ ഉറപ്പ് വരുത്തിക്കൊള്ളൂ. അതിനാണ് പറയുന്നത്, ഇതുപോലെയുള്ള ചാണകങ്ങളുടെ പ്രസംഗങ്ങൾ കേട്ടിട്ട് തെരുവിലിറങ്ങിയിട്ട് വെറുതെ കലാപം ഉണ്ടാക്കരുത്. നിങ്ങൾ ഇരയാക്കപ്പെടും. ഇവർ ഇരയാക്കപ്പെടില്ല. ഇവരുടെ നെഞ്ചത്തേക്ക് ഒരു ബുള്ളറ്റ് പതിക്കുമെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനെ സ്വന്തം ശരീരം വെച്ച് തടയാനുള്ള ഉദ്യോഗസ്ഥരുണ്ട്. നിങ്ങൾക്കാരുണ്ട്? നിങ്ങളുടെ കുടുംബക്കാരുണ്ടാകും. വേറെ ആരാണ് ഉണ്ടാകാനുള്ളത്? അതാ പറഞ്ഞത്, ഈ കപിൽ മിശ്രയൊക്കെ വെറും വാചകമടി മാത്രമാണുള്ളത്. വെറും വാചക കസർത്ത് മാത്രമാണ് ഇവർക്കുള്ളത്. നേരെ നിന്നുകൊണ്ട് ഒന്ന് മുട്ടാൻ പോലും, ഒരാളോട് പോലും നേരെ നിന്ന് സംസാരിക്കാൻ പോലും ഇവർക്ക് ധൈര്യമില്ല. കാരണം ഇവരൊക്കെ വളർന്നു വന്നത് വിദ്വേഷ പ്രചരണത്തിലൂടെയാണ്, വാക്കുകളിലൂടെയാണ്, വർഗീയ കലാപത്തിലൂടെയാണ് ഇവരെ പോലെയുള്ള നേതാക്കൾ ഉയർന്നു വന്നിട്ടുള്ളത്. നിങ്ങൾ പറയൂ, ഈ രാജ്യത്ത് സ്കൂളുകൾ നിർമ്മിച്ചതിൻ്റെ പേരിൽ, ഈ രാജ്യത്ത് സ്ത്രീകളെ സംരക്ഷിച്ചതിൻ്റെ പേരിൽ, ഈ രാജ്യത്തെ കർഷകരെ സംരക്ഷിച്ചതിൻ്റെ പേരിൽ, അവർക്ക് വേണ്ടി പോരാട്ടം നടത്തിയതിൻ്റെ പേരിൽ ഏതെങ്കിലും ഒരു BJP നേതാവ് ഇന്ന് ദേശീയ തലത്തിലെത്തിയിട്ടുണ്ടോ? ഇല്ല. കലാപം, വർഗീയം, ബലാത്സംഗം, ഇതൊക്കെ മാത്രമാണ് ഇവർക്ക് പിന്നിലെ വളർച്ചയുടെ ഏക ലക്ഷണങ്ങൾ, അല്ലാതെ വേറൊന്നുമില്ല. അതുകൊണ്ടാണ് പറയുന്നത്, ദാ കപിൽ മിശ്രയുടെ അവസ്ഥ കണ്ടില്ലേ? പേടിച്ച് തൻ്റെ പ്രസംഗം കേട്ട് ഇരയാക്കപ്പെട്ടു പോയിട്ടുള്ള പാവങ്ങളിൽ ആരെങ്കിലും ഒരാൾ തന്നെ ഉപദ്രവിച്ചാലോ എന്ന് ഭയപ്പെട്ട് 6ഓളം വരുന്ന
തോക്കുധാരികളായിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ സുരക്ഷ തനിക്കാവശ്യമുണ്ട് എന്ന് പറഞ്ഞ് അവരുടെ കീഴിൽ നടന്നു പോകാൻ കപിൽ മിശ്ര തയ്യാറാകുന്നു. അപ്പോൾ ഭാവിയിൽ കടന്നു വരുന്ന ആളുകളൊക്കെ ചിന്തിക്കുക, ഇതുപോലെയുള്ളവന്മാരുടെ പ്രസംഗം കേട്ട് തെരുവിലിറങ്ങുന്ന നമ്മൾ ഇനി എന്തെങ്കിലും ഒന്നിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ ആരാണ് നമുക്ക് സുരക്ഷ നൽകുക? ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.